നമസ്കാരം. ആരോഗ്യ സേവയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ്, അധികം നമ്മളാരും കേൾക്കാത്തൊരു വാക്കാണ് ബ്രെയിൻ അനൂറിസം. ഡോക്ടർ പ്രവീൺ SUT ഹോസ്പിറ്റലിലെ സീനിയർ ന്യൂറോ ആൻഡ് വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജി, അത്തരമൊരു ഡിപ്പാർട്ട്മെൻറ്റ്. റേഡിയോളജിയൊക്കെ നമ്മൾക്ക് പരിചിതമാണ്, ന്യൂറോയും നമുക്ക് പരിചിതമാണ്, പക്ഷേ ഇൻ്റർവെൻഷണൽ റേഡിയോളജി, അനൂറിസം, അതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു വാക്കായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ബ്രെയിൻ അനൂറിസം എന്ന അസുഖം? ബ്രെയിൻ അന്യൂറിസം എന്നാൽ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറിലേക്ക് രക്തം പ്രവഹിക്കുന്ന രക്തക്കുഴലുകളിൽ ചില ഭാഗങ്ങൾ ദുർബലമാവുകയും ക്രമേണ രക്തക്കുഴലിനകത്തെ രക്തയോട്ടത്തിൻ്റെ സമ്മർദ്ദം മൂലം ആ ഭാഗങ്ങൾ പുറത്തേക്ക് ഒരു ബലൂൺ പോലെ വീർത്ത് വരുന്ന ഒരു രോഗാവസ്ഥയാണ് ബ്രെയിൻ അന്യൂറിസം. ഇത്തരം അന്യൂറിസങ്ങൾ ഒരു പരിധിയിലധികം വീർത്താൽ ഇത് ക്രമേണ പൊട്ടി രക്തസ്രാവം, തലയോട്ടിക്കുള്ളിൽ രക്തസ്രാവം ഉണ്ടായി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാം. എന്താണ് ഇതിൻ്റെ ഒരു റീസൺ? എന്താണ്, എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇതിൻ്റെ ഒരു സിംറ്റംസ്? ബ്രെയിൻ അന്യൂറിസം ചിലരിൽ ഇത് ജന്മനാ ഉള്ള രക്തക്കുഴലിൻ്റെ വീക്ക്നെസ് കൊണ്ട് വരാം. അതല്ലാതെ സാധാരണമായി കാണുന്നത് രണ്ട് സാഹചര്യങ്ങൾ. ഒന്ന്, രക്തക്കുഴലിനെ ദുർബലമാക്കുന്ന ചില സാഹചര്യങ്ങൾ. അത് പ്രധാനമായും കണ്ടുവരുന്നത് പ്രമേഹം അല്ലെങ്കിൽ തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ, അല്ലെങ്കിൽ പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, ഇതുകൂടാതെ പുകവലി, മദ്യപാനം തുടങ്ങി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇതെല്ലാം രക്തക്കുഴലുകളുടെ ഘടനയെ ദുർബലമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ദുർബലമായ രക്തക്കുഴലിലൂടെ രക്തം കൂടുതൽ പ്രഷറിൽ ഒഴുകുമ്പോൾ, അതായത് ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ രോഗാവസ്ഥയിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഇത് അനൂറിസം വികസിക്കുകയും ക്രമേണ അതിൻ്റെ വലിപ്പം കൂടുകയും അത് പൊട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പൊതുവെ അനൂറിസം ഒരു നിശബ്ദ കൊലയാളി എന്ന് പറയാം. അത് കാര്യമായ സിംറ്റംസ് ഒന്നും പുറത്ത് കാണിക്കാറില്ല. മിക്ക സാഹചര്യങ്ങളിലും ഇത് കണ്ടുപിടിക്കുന്നത് മറ്റാവശ്യങ്ങൾക്ക് തലയുടെ സ്കാൻ ചെയ്യുമ്പോഴാണ്. സ്കാനിലാണ് ഇത് കാണാറ്. വളരെ അപൂർവമായി മാത്രം അനൂറിസം മൂലം അനൂറിസം വലുതാകുന്ന അവസ്ഥയിൽ ഇത് സമീപത്തുള്ള തലച്ചോറിലോ അല്ലെങ്കിൽ ചില നാഡീവ്യൂഹങ്ങളിലോ തട്ടി കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തലവേദന എന്നീ സിംറ്റംസ് കാണിക്കാറുണ്ട്. ഇതല്ലാതെ പ്രധാനമായും വരുന്ന സിംറ്റം ഇത് പൊട്ടുമ്പോഴാണ്. രക്തസമ്മർദ്ദം മൂലം ഈ അനൂറിസം പൊട്ടുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അസഹ്യമായ തലവേദന, ബോധക്ഷയം, അപസ്മാരം, കൈകാലുകളുടെ ബലക്കുറവ് തുടങ്ങി ലക്ഷണങ്ങൾ ഇത് കാണിക്കും. ഇതുകൂടാതെ പല ഘട്ടങ്ങളിലും ഒരു രോഗി പെട്ടെന്ന് നല്ല രീതിയിലുള്ള അനൂറിസം വലിയ രീതിയിൽ പൊട്ടി അമിതമായ രക്തസ്രാവം ഉണ്ടായാൽ പെട്ടെന്ന് ബോധം കെട്ട് കോമയിലോട്ടോ മരണത്തിലേക്കോ നയിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, ഈ ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ ഉള്ള, അതായത് ജീവിതശൈലി അസുഖങ്ങൾ ഉള്ളവർക്കാണ് ഇത് പൊതുവിൽ വരാറുള്ളത്. പക്ഷെ അതൊരു ഇപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതശൈലി രോഗങ്ങൾ ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ ഈ അനൂറിസവും ഇപ്പം നോർമലായി ആളുകൾക്ക് വരുന്നുണ്ടോ, കൂടുതലായി കാണപ്പെടുന്നുണ്ടോ? അനൂറിസം ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും അത് നിശബ്ദമായി ആയിരിക്കും ഉള്ളത്. അപ്പോൾ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ 1 മുതൽ 5% അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 2-2.5% പേരിൽ തലയ്ക്കുള്ളിൽ അനൂറിസം ഉണ്ടാകാറുണ്ട്. മിക്ക സാഹചര്യങ്ങളിലും അത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ കടന്നു പോകും. അപ്പോൾ BP എല്ലാം കൺട്രോൾഡായിട്ട് പോവുകയാണെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഇതെല്ലാം ഈ ജീവിതശൈലീ രോഗങ്ങൾ നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ ഇത് വലുതാകുകയും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ലക്ഷണങ്ങൾ കാണിക്കുകയും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറാണ്. പൊട്ടാനുള്ള കാരണം ഈ പ്രഷർ കൂടുന്നത്? പൊട്ടാനുള്ള കാരണം പ്രധാനമായി ഈ രക്തക്കുഴലിനകത്തെ സമ്മർദ്ദം, BP കൂടുന്ന അവസ്ഥകൾ. അത് പല കാരണങ്ങൾ, ചിലപ്പോൾ സ്ഥിരമായി BPക്കുള്ള മരുന്നുകൾ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലറായിട്ട് കഴിക്കാതിരിക്കുക, അത്തരം സാഹചര്യങ്ങളിൽ BP കൂടാം. അല്ലെങ്കിൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കൂടാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഹെവി ആയിട്ടുള്ള വർക്ക്, ഭാരം എടുക്കുന്ന ജോലികൾ, അല്ലെങ്കിൽ
മാനസിക സമ്മർദ്ദം, പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയിൽ BP ക്രമാതീതമായി കൂടുകയും അനൂറിസം പൊട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വൺസ് ഇത് പൊട്ടിക്കഴിഞ്ഞാലുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്താണ്? ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ? പൊട്ടിക്കഴിഞ്ഞാൽ അനൂറിസം പൊട്ടിക്കഴിഞ്ഞാൽ രക്തക്കുഴലിൽ നിന്നും രക്തം തലച്ചോറിന് ചുറ്റുമുള്ള ദ്രാവകത്തിലേക്കോ അല്ലെങ്കിൽ തലച്ചോറിനുള്ളിലോട്ട് തന്നെയോ പ്രവഹിക്കുന്നു. ചെറിയ രീതിയിലുള്ള പൊട്ടലാണെങ്കിൽ അത് BP എല്ലാം ഒന്ന് കൺട്രോൾഡ് ആകുമ്പോൾ രക്തസ്രാവം നിൽക്കും, തനിയെ രക്തം കട്ട പിടിച്ച് അത് നിൽക്കുകയും നമുക്ക് ചികിത്സ അല്ലെങ്കിൽ അനൂറിസം അടയ്ക്കാനുള്ളൊരു സമയം ലഭിക്കുകയും ചെയ്യും. ഈ പൊട്ടുന്നത് വലിയ രീതിയിലുള്ള പൊട്ടലാണെങ്കിൽ അതിനൊന്നുമുള്ള സമയം നമുക്ക് ലഭിക്കില്ല. രക്തസ്രാവം നല്ല രീതിയിൽ വരികയും തലയോട്ടിക്കും ഉള്ളിലെ രക്തസ്രാവം മൂലം തലയോട്ടിക്കുള്ളിലെ പ്രഷർ കൂടുകയും തലച്ചോറിന് ക്ഷതം സംഭവിച്ച് ക്രമേണ വേണ്ട വിധത്തിലുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ രക്തം കിട്ടാത്ത സാഹചര്യം വന്ന് രോഗി കോമയിലേട്ടോ അല്ലെങ്കിൽ മരണം വരെയോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അനൂറിസം കണ്ടുപിടിച്ചാൽ, പ്രത്യേകിച്ച് ഒരു അനൂറിസം പൊട്ടിയ അവസ്ഥയിൽ കണ്ടാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അനൂറിസം അടയ്ക്കുക എന്നുള്ളതാണ്. അനൂറിസം അടയ്ക്കുവാൻ 2 രീതിയിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. ഒന്ന്, അനൂറിസം അടയ്ക്കാൻ വേണ്ടി തലയോട്ടി തുറന്നുള്ള ഓപ്പൺ സർജറി ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ തലയോട്ടി തുറന്ന് അനൂറിസം എക്സ്പോസ് ചെയ്ത് അനൂറിസത്തിനും രക്തക്കുഴലിനും ഇടയിലുള്ള ഭാഗത്തൊരു ക്ലിപ്പ്, സർജിക്കൽ ഒരു മെറ്റൽ ക്ലിപ്പ് സ്ഥാപിച്ച് അനൂറിസത്തിലോട്ടുള്ള രക്തയോട്ടം ഇല്ലാതാക്കുന്നു. അതാണ് സർജിക്കൽ രീതി. രണ്ടാമത്തെ രീതി രക്തക്കുഴൽ വഴിയുള്ള ചികിത്സ, എൻഡോവാസ്കുലാർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിൻ ഹോൾ ശസ്ത്രക്രിയ എന്ന് പറയും. അത് ഈ ചികിത്സയിൽ തലയോട്ടിയൊന്നും തുറക്കില്ല, വലിയ സർജറി ഒന്നുമില്ലാതെ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തുടയിലെ രക്തക്കുഴൽ വഴി ചെറിയ ഉപകരണങ്ങൾ രക്തക്കുഴലിലൂടെ തന്നെ അനൂറിസമുള്ള ഭാഗത്തോട്ട് കയറ്റി വയ്ക്കുന്നു. എന്നിട്ട് എഗെയിൻ അത് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ അനൂറിസത്തിനകത്ത് ചില മെറ്റീരിയൽസ്, കോയിൽ, പ്ലാറ്റിനം കോയിൽ അല്ലെങ്കിൽ ചില മെഷ് പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് അനൂറിസം ഫില്ല് ചെയ്ത് അനൂറിസത്തിലോട്ടുള്ള രക്തയോട്ടം നിർത്തുക. അല്ലെങ്കിൽ ഈ അനൂറിസം ഉള്ള രക്തക്കുഴലിൽ ചില സ്റ്റെൻറ്റ് അല്ലെങ്കിൽ മെഷ് പോലെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ച് എഗെയിൻ അനൂറിസത്തിലോട്ടുള്ള രക്തപ്രവാഹം കുറച്ച് അനൂറിസം ക്രമേണ അതിൽ രക്തം കട്ട പിടിച്ച് ചുരുങ്ങുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക. ഈ 2 ചികിത്സയാണ് എൻഡോവാസ്കുലർ അല്ലെങ്കിൽ പിൻഹോൾ ശസ്ത്രക്രിയയിലൂടെ ചെയ്യുന്നത്. സ്കാനിങ് ആണ് പ്രധാനമായിട്ടും ഒരു മാർഗം എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു നിശബ്ദ കൊലയാളി എന്നും ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഇത് കണ്ടുപിടിക്കാൻ? ഈ പറഞ്ഞ പോലെ സിംറ്റംസ് ഒക്കെ വളരെ കുറവാണ്, മറ്റ് രോഗങ്ങൾ ഇപ്പോൾ BP ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് ശ്രദ്ധിക്കണോ? മറ്റ് മാർഗങ്ങളുണ്ടോ ഈ രോഗനിർണ്ണയം നടത്താൻ? അനൂറിസം മിക്ക സമയങ്ങളിലും നിശബ്ദമായതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. പൊട്ടുന്ന അവസ്ഥയിലാണ് ഒരു ഭൂരിഭാഗം പേരിൽ ഇത് കണ്ടുപിടിക്കുന്നത്. പിന്നീടുള്ളത് നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുക. ആ സാഹചര്യങ്ങളിൽ അനൂറിസം കൂടി നോക്കുകയും അത് കണ്ടുപിടിക്കാനും പലപ്പോഴും സാധിക്കാറുണ്ട്. ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം അത് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കണ്ട് അത് അനൂറിസത്തിലോട്ടുള്ള രക്തപ്രവാഹം കുറച്ച് അത് ട്രീറ്റ് ചെയ്യാനുള്ളൊരു നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഏത് ഡോക്ടറെയാണ് നമ്മൾ കാണേണ്ടത്? ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ഏത് ഡോക്ടറാണ്? അനൂറിസം ചികിത്സ ചെയ്യുന്നത് പ്രധാനമായും സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഓപ്പൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ന്യൂറോ സർജറി ഡോക്ടേഴ്സാണ്. ഈ എൻഡോവാസ്കുലർ അല്ലെങ്കിൽ രക്തക്കുഴൽ വഴിയുള്ള ചികിത്സ ചെയ്യുന്നത് അതിൽ പ്രത്യേക പരിശീലനം നേടിയ ന്യൂറോ ഇൻ്റർവെൻഷനിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ട്രെയിനിങ് കിട്ടിയ ഡോക്ടേഴ്സാണ് ഈ രക്തക്കുഴൽ വഴിയുള്ള ചികിത്സ ചെയ്യുന്നത്. ഈ ന്യൂറോ വാസ്കുലർ ഇൻ്റർവെൻഷണൽ റേഡിയോളജി അതിൻ്റെ ഒരു ഇത് കൂടെ പറയാമോ? എന്തൊക്കെയാണ് ആ മേഖലയിൽ വരുന്ന കാര്യങ്ങളൊക്കെ? ന്യൂറോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്നാൽ നമുക്കറിയാം പ്രധാനമായും സ്കാനിങ് ആണ്. അപ്പോൾ നമ്മളുടെ രോഗം ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് അവയവത്തിൻ്റെ ഏത് ഭാഗത്താണെന്നെല്ലാം നിർണ്ണയിക്കാൻ CT, എക്സ്റേ, MRI, അൾട്രാസൗണ്ട് മുതലായ സ്കാനിങ് ഉപകരണങ്ങളോടുകൂടി സഹായത്തോടുകൂടി നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു രോഗം ഏത് ഭാഗത്താണെന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഈ അതേ സ്കാനിങ് ഉപകരണങ്ങൾ, ഇപ്പോൾ എക്സ്റേ ആവാം അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പി, ഇത്തരം സ്കാനിങ് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ
ഒരു തുറന്ന ശസ്ത്രക്രിയ ഒഴിവാക്കി ചെറിയ ഉപകരണങ്ങൾ വിവിധ റൂട്ടുകളിലൂടെ പ്രധാനമായും രക്തക്കുഴലിലൂടെ കടത്തിവിട്ട് ആ രോഗം ഇരിക്കുന്ന ഭാഗങ്ങളിൽ കൃത്യമായി എത്തിച്ച് ആ രോഗാവസ്ഥയെ ചികിത്സിക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജി അല്ലെങ്കിൽ ന്യൂറോ ഇൻ്റർവെൻഷണൽ റേഡിയോളജി. നമ്മൾ അങ്ങനെ ഒരു ഡോക്ടറെ കാണേണ്ടി വരുന്നൊരു സാഹചര്യം, ഇപ്പോൾ നമുക്കിപ്പോൾ BP അത്തരം ഹാർട്ട് അറ്റാക്ക്, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അനൂറിസം പോലുള്ള ഒരു അസുഖമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അത്തരം ഒരു ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ വരണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസക്തി ഈ ഒരു മേഖലയ്ക്ക് എങ്ങനെയാണ് വരുന്നത്? ഇത്തരം ഈ അനൂറിസം പോലുള്ള രോഗങ്ങൾ പലപ്പോഴും നിശബ്ദമായതുകൊണ്ട് തന്നെ അത് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്തോട്ടെത്താൻ പലപ്പോഴും സാധിക്കാറില്ല. അത് പ്രധാനമായും ചെയ്യേണ്ടത് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളും മറ്റുമുള്ളപ്പോൾ അത് ചികിത്സിക്കുന്ന ഡോക്ടർ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ ഈ ഒരു അസുഖം കൂടി ഉണ്ടോ എന്നുള്ളത് സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറും എല്ലാം നോക്കി അത് കണ്ടെത്തുകയാണെങ്കിൽ ഈ ചികിത്സ നൽകുന്ന ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള മാർഗം. ഈ അനൂറിസം നമ്മൾ കണ്ടുപിടിക്കുന്നു, അത് ചികിത്സ തുടങ്ങുന്നു, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ്? ചികിത്സയുടെ ഒരു സമയം, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, പിന്നെ വീണ്ടും അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? അനൂറിസം പൊട്ടിക്കഴിഞ്ഞാൽ അത് ചികിത്സിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അനൂറിസം അടയ്ക്കണം. അല്ലെങ്കിൽ അനൂറിസം താൽക്കാലികമായി രക്തസ്രാവം നിൽക്കുന്ന അവസ്ഥയിൽ അത് വീണ്ടും രക്തസ്രാവം വരികയാണെങ്കിൽ അത് മിക്കവാറും ജീവൻ അപകടം വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് അനൂറിസം പൊട്ടിയ രീതിയിൽ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്ത സമയത്ത് അത് ഒന്നെങ്കിൽ വിത്തിൻ 24 അല്ലെങ്കിൽ 12 മണിക്കൂറിനകം തന്നെ അനൂറിസത്തിന് വേണ്ട ചികിത്സ ചെയ്യേണ്ടതാണ്. അല്ല പൊട്ടാതെ നമ്മൾ മറ്റ് സ്കാനിങ് വഴിയെല്ലാം കണ്ടുപിടിക്കുന്ന പൊട്ടാത്ത സാഹചര്യത്തിൽ അത് ആലോചിച്ച് കഴിയുന്നതും വേഗം ചികിത്സ ആവശ്യമുള്ള അനൂറിസമാണെങ്കിൽ കഴിയുന്നതും വേഗം താമസിക്കാതെ തന്നെ അതിനുള്ള ചികിത്സ ചെയ്യുകയാണ് നല്ലത്. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അനൂറിസം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ചികിത്സ നൽകേണ്ടതാണെങ്കിൽ കഴിയുന്നതും വേഗം അത് ചെയ്യേണ്ടതാണ്. ഈ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യുന്നൊരു സമയം എത്രയാണ്? ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ പൊട്ടാത്ത അനൂറിസം ചികിത്സിക്കുകയാണെങ്കിൽ ക്യൂർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ്. പ്രത്യേകിച്ച് എൻഡോവാസ്കുലർ അല്ലെങ്കിൽ പിൻഹോൾ രക്തക്കുഴൽ വഴിയുള്ള സർജറി ആണെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധാരണ നിലയിലോട്ടാവുകയും സാധാരണ ആശുപത്രിയിൽ വാസം മതിയാക്കി സാധാരണ ജീവിതത്തിലോട്ട് മടങ്ങാൻ സാധിക്കുന്നു. സർജറി ആണെങ്കിൽ ഒരു ഓപ്പൺ സർജറിയാണ്, അതുകൊണ്ട് തന്നെ തലയോട്ടി തുറന്നുള്ള സർജറിയാണ്. കുറച്ചുകൂടി സമയമെടുക്കും. മേ ബി കുറച്ച് ദിവസങ്ങളോ 1-2 ആഴ്ചയ്ക്കുള്ളിലോ നമുക്ക് സാധാരണ ജീവിതത്തിലോട്ട് മടങ്ങാം. പൊട്ടിയ അനൂറിസം ആണെങ്കിൽ അനൂറിസത്തിന് വേണ്ടിയുള്ള ചികിത്സ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അനൂറിസം കൊണ്ടുണ്ടാക്കിയ ഡാമേജസ് ബ്രെയിനിലുള്ള ക്ഷതങ്ങൾ അത് മാറാൻ കൂടുതൽ സമയമെടുത്തേക്ക്. ആ ക്ഷതം എല്ലാം മാറി പരിപൂർണമായൊരു റിക്കവറി എടുക്കാൻ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഈ ബ്രെയിൻ റിലേറ്റഡ് ആയതുകൊണ്ട് ചോദിക്കാം, ന്യൂറോ ആയിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ഈ അനൂറിസം വന്നു കഴിഞ്ഞാൽ ബുദ്ധിക്ക് വല്ല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ശാരീരികമായി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ സംഭവിക്കാം? അനൂറിസം മാത്രം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പൊട്ടിയ അനൂറിസം അത് എത്രത്തോളം ഡാമേജ് ബ്രെയിനിൽ ഉണ്ടാക്കി എന്നതിനനുസരിച്ച് ശരീരത്തിലും ബാക്കിയുള്ള ജീവിതത്തിലും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇതിനൊരു പ്രായം ഉണ്ടാവും ഈ അനൂറിസം വരാനൊരു? പ്രായം പൊതുവെ കാണുന്നത് 40 അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം പ്രായമായവരിൽ രക്തസമ്മർദ്ദം, BP, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ കാണുന്ന ആ സമയത്താണ് ഇതും കാണുന്നത്. വളരെ അപൂർവമായി മാത്രം കുട്ടികളിലും വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരിലും ഇത് കാണാറുണ്ട്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എന്തായാലും അനൂറിസം നമ്മൾ അധികം കേട്ടിട്ടില്ലെങ്കിലും സാധാരണക്കാർക്കിടയിൽ എനിക്ക് തോന്നുന്നു BP മണ്ടയിൽ കയറി എന്നൊക്കെ പറഞ്ഞ ആ ടൈപ്പാണെന്ന് തോന്നുന്നല്ലേ ഈ അസുഖത്തിനെ പറ്റി സാധാരണക്കാർ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നത്. എന്നാൽ അത് ബ്രെയിൻ അനൂറിസം എന്നാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ടേം. ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 40 വയസ്സിന് മേലുള്ള ഈ ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ, അത് പലർക്കും ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കടുമയാണ് പലരും. അപ്പോൾ അത്തരം ആളുകൾ ഇത് സൂക്ഷിക്കുക. ബ്രെയിൻ അനൂറിസം എന്ന് പറയുന്ന ഒരു രോഗം നിശബ്ദമായൊരു കൊലയാളിയാണ് എന്ന് തന്നെയാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചികിത്സാ രീതികൾ, കാരണങ്ങൾ ഒക്കെയാണ് ഡോക്ടർ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചത്. വളരെ നന്ദി.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.